ഈ ഇടയ്ക്ക് ഞാൻ 2 ഇൻ്റർവ്യൂ ആണ് അറ്റൻഡ് ചെയ്തത്. 2 ഞാൻ പാസ്സായി. നിങ്ങൾ NHSലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു NHS ജോബ് കിട്ടാനാണ്. അപ്പം തന്നെ അവർ എന്നിൽ കണ്ട ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹായ് ഫ്രണ്ട്സ്, അബീസുക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം എനിക്ക് NHSൽ വീണ്ടും ഒരു ജോലി കിട്ടി ഗൈസ്. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാനാണ്. ഈ NHSൽ അപ്ലൈ ചെയ്യണം. ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ടൊരു കാര്യം പറയാറുണ്ട്, അബീസ എനിക്ക് മാത്രം എങ്ങനെയാണ് NHS കിട്ടണം? നീ ഷെഫീൽഡ് ഇപ്പോൾ ഷെഫീൽഡ് NHS കയറി, ഇപ്പോൾ വാറിങ്ടൺ വന്നപ്പോൾ വാറിങ്ടൺ NHS കയറി. അത് ട്രാൻസ്ഫർ അല്ല കേട്ടോ. ഷെഫീൽഡ് ഞാൻ റിസൈൻ ചെയ്ത് ഇറങ്ങിയിട്ട് ഒരു 4 മാസം ജോലിയില്ലാതെ ഇരുന്ന് പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ തിരിച്ച് ജോബ് ഹണ്ട് ചെയ്തു. ഞാൻ 2 ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. ഒന്ന് മാഞ്ചസ്റ്ററിൽ, അവിടെ എനിക്ക് ജോബ് കിട്ടി. വാറിങ്ടണിൽ എടുത്തു. എന്നിട്ട് പിന്നെ ട്രാവൽ കൂടുതലായതുകൊണ്ട് ഞാൻ വാറിങ്ടൺ സെലക്ട് ചെയ്യുമായിരുന്നു. ഈ ഇടയ്ക്ക് ഞാൻ 2 ഇൻ്റർവ്യൂ ആണ് അറ്റൻഡ് ചെയ്തത്. 2 ഞാൻ പാസ്സായി. അത് അഹങ്കാരത്തിൻ്റെ പുറത്ത് പറയുകയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. നിങ്ങൾ NHSലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു NHS ജോബ് കിട്ടാനാണ് പാടുള്ളൂ. കാര്യം ഞാൻ ഫസ്റ്റ് NHSൽ 2.5 വർഷം മുമ്പ് NHS കയറിയപ്പം ഏകദേശം 8 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് 9ാമത്തെയാണ് എനിക്ക് ജോബിലോട്ട് ഞാൻ കയറിയത്. അതും NHSലല്ല ഞാൻ കയറിയത്, NHSP കയറി 3 മാസം കഴിഞ്ഞപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ പോയത്. അപ്പം ഞാനിപ്പോൾ നിങ്ങളോട് പറയണത്, NHSലെ എന്ത് ജോലിയാണെങ്കിലും, ഇപ്പോൾ NHSP ആണെങ്കിലും, ഓഫീസ് റിലേറ്റഡ് ക്ലറിക്കലാണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും, കുറച്ച് കഷ്ടപ്പെട്ട ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ 1 വർഷം ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഹൈലി വാല്യൂഡാണ്. കാര്യം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 4 മാസം വെറുതെ ഇരിക്കുമായിരുന്നു. അന്നേരവും എനിക്ക് ടെൻഷനില്ലായിരുന്നു. കാര്യം ഞാൻ 2 സ്ഥലത്തോട്ടാണ് എൻ്റെ CV അയച്ചുള്ളൂ. 2 സ്ഥലത്തും അത് CVയുടെ ഒരു ബലം കൊണ്ടൊന്നുമല്ല. ഇപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ മച്ചാനെ നിൻ്റെ CV അയക്കുക, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിൽ ആ ഒരു 2 വർഷം ഷെഫീൽഡിൽ വെസ്റ്റേൺ പാർക്കിൽ ക്യാൻസർ സെൻ്ററിൽ വർക്ക് ചെയ്തു എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഇന്നിപ്പം ഞാൻ ജോലിക്ക് കയറിയേക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് പേഷ്യൻ്റ് ബുക്കിംഗ് ആണ്. അതായത് ഈ അസുഖം മെയിനായിട്ട് ഫിസിയോയും ഓർത്തോയും റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് വിളിക്കും. അവർക്കുടെ പേഷ്യൻ്റ് ബുക്കിംഗ് ആണ്. കാര്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ചലഞ്ചിങ് ആണ്. ഇപ്പം നമ്മളിത്രയും വീഡിയോ ഒക്കെ ചെയ്യുമെങ്കിലും എൻ്റെ ഇംഗ്ലീഷ് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ. അപ്പം ഇപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഫോൺ വിളിക്കും, അവർക്കുടെ പേര് പറയും. ഇപ്പം ഇപ്പം ഞാൻ ആകെ 3 ദിവസമായുള്ളൂ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ. അപ്പം തന്നെ അവർ എന്നിൽ കണ്ട ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അബീസ് കുറച്ച് ഷൈ ആണ്. ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇങ്ങനെ, ഇവിടെ വേറെ ആരുമില്ല, ഞാനും എൻ്റെ വൈഫ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്ര ഇതായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ അവരൊന്ന്, അബീസ് കുറച്ച് ഷൈ ആണ്. അപ്പോൾ ഒരാൾ പേര് പറയുമ്പം ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കണേക്കാളും നല്ലതാണ് അവരോട് റിപ്പീറ്റ് ചെയ്ത് പേരുകൾ ചോദിക്കുക. ഇവിടെ ആളുകൾക്ക് ഇത് ഇൻ്റർവ്യൂവിനാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് അവരോട് ചോദിക്കാം. എനിക്ക് മനസ്സിലായത് നമുക്ക് അതിലൊരു ഷൈ ആണ്. പിന്നെ നമ്മൾ അറ്റവും മൂലം കേട്ടിട്ട് ബാക്കിയെല്ലാം ഫില്ല് ചെയ്യാൻ തുടങ്ങും. അപ്പം കഴിഞ്ഞത് പക്ക ക്ലറിക്കലായതുകൊണ്ട് ഇത്ര പ്രശ്നമില്ലായിരുന്നു. നമുക്കൊരു മൂലയിലിരുന്ന് ആ ഫയലിക്കും സെറ്റ് ചെയ്താൽ മതി. ഇത് അത്യാവശ്യം നമുക്ക് ഫോൺ കോൾസ് എടുക്കണം, നല്ല രീതിയിൽ ഫോൺ കോൾ എടുക്കണം, പിന്നെ നല്ല രീതിയിൽ മെയിൽ അയക്കണം. നിങ്ങൾ NHSൽ ജോബ് നോക്കണമെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു ലാപ്ടോപ്പിലാണെങ്കിൽ കീപാഡ് കണക്ട് ചെയ്തിട്ട് അത്യാവശ്യം ടൈപ്പ് ചെയ്യാൻ നല്ല ഒരു സ്ക്രീനിൽ, ഒരു മോണിറ്ററിൽ എൻ്റെ അടുത്ത് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് മെയിലിൽ അറ്റാച്ച് ചെയ്ത് അയക്കാൻ പറഞ്ഞു. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു എക്സൽ എങ്ങനെ ചെയ്യാം, അതൊക്കെ നിങ്ങൾ ഈ NHSൽ ഓഫീസ് റിലേറ്റഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങളുടെ CVയിലും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് പറയണതും വളരെ നല്ലതാണ്. അപ്പം എൻ്റെ പുതിയ ജോബിൽ കയറിയിട്ട് 3 ദിവസമായുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ നല്ലൊരു ക്ലൈമറ്റൊക്കെ കണ്ടപ്പോൾ വെളിയിലിറങ്ങി ഒരു വീഡിയോ എടുത്ത് നിങ്ങളോട് പറഞ്ഞേക്കാമെന്ന് ഓർത്തു. NHS വാറിങ്ടണിലേക്ക് അത്യാവശ്യം ജോബ് വേക്കൻസി ഉണ്ട്. നമ്മൾ UK വരുമ്പം ഞാൻ കേൾക്കാത്തൊരു സ്ഥലമായിരുന്നു വാറിങ്ടൺ. ഇവിടെ അത്യാവശ്യം ജോബ് വേക്കൻസി ഉണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളാരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കും വാറിങ്ടൺ, ഇവിടെ ഉള്ളവരും ഈ മാഞ്ചസ്റ്ററിൻ്റെ അടുത്ത് കിടക്കുന്നവർ കേട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഞാൻ വാറിങ്ടൺ കേട്ടിട്ടില്ല. എൻ്റെ വൈഫിന് ജോലി കിട്ടിയപ്പോഴാണ് ഞാൻ വാറിങ്ടൺ നോക്കിയത്. ഇവിടെ ഒത്തിരി ഓഫീസ് റിലേറ്റഡ് ആയിട്ട് വർക്കുണ്ട്. കാര്യം നമ്മുടെ എറണാകുളത്തേക്ക് ഇൻഫോ പാർക്ക്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ഇൻഫോ പാർക്കില്ലേ, ആ സെയിം പോലത്തെ ഒരു സംഭവത്തിലാണ് എൻ്റെ വൈഫ് വർക്ക് ചെയ്യണം. ഡെസ്ബെറി പാർക്ക്, ഈ പേര് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യണം കേട്ടോ. അവിടെ എനിക്ക് തോന്നുന്നു 35-ന് മേളിൽ കമ്പനികൾ അവിടെ ഉണ്ട്. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഇത്രയും വലിയൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഇത് നിങ്ങൾ ജോബ് ഹണ്ടിങ് പീരീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചൊന്ന് നോക്കാം. അവിടെ ഏതൊക്കെ കമ്പനി ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, അപ്പം ഇതൊന്ന് ജസ്റ്റ് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി, വാട്ട് ആർ ദ കമ്പനീസ് ബിലോങ്സ് ടു ഡെസ്ബെറി പാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരിത് കിട്ടും. പിന്നെ ഈ വാറിങ്ടണിലെ NHSലേക്കാണെങ്കിലും അത്യാവശ്യം ജോലി സാധ്യതകളുണ്ട്. പിന്നെ നല്ല രീതിയിൽ വെയർ ഹൗസുകളും കാര്യങ്ങളുള്ള ഒരു ഏരിയയാണ് വാറിങ്ടൺ. അപ്പോൾ ജോബ് നോക്കണവർ നോക്കിക്കോ.
പിന്നെ നാളത്തെ എൻ്റെ വീഡിയോ കൂടെയും കാണണം. എൻ്റെ ഹോം ടൂറും ഉണ്ട്. വാറിങ്ടണിൽ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം ചീപ്പാണ്. അത് ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ 800 പൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഷോക്കാവും. ഇപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ നിൽക്കണം നമ്മുടെ വീടിൻ്റെ ഔട്ട്യാർഡാട്ടോ. കാര്യം നമ്മൾ ഷെഫീൽഡിൽ നിന്ന് വന്നപ്പോൾ നമുക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ ഒരു വീടൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ കുറച്ച് സന്തോഷമായി. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ വീടിന് റെൻറ്റ് വന്നേക്കണ 800 പൗണ്ടാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ബാക്ക് യാർഡ്. നമുക്ക് അത്യാവശ്യം എന്താ പറയണ നല്ല സ്പേസസും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് പുറകിലോട്ട് പോവാം. വീടൊന്നും ജസ്റ്റ് ഒന്ന് കാണിക്കുന്നില്ല. അടുത്ത വീഡിയോ നിങ്ങൾക്ക് എന്താണെങ്കിലും വീട് ഫുള്ളായിട്ട് ഒരു ഹോം ടൂർ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ് ഫ്രം അബീസ് യുകെ ചാനൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.